ജില്ലയിൽ വേനൽ ചൂട് ദിനംപ്രതി ഉയരുകയാണ്. പകൽ ചൂട് 37 ഡിഗ്രി കഴിഞ്ഞതോടെ പുറത്തിറങ്ങാൻ തന്നെ കഴിയാത്ത സ്ഥിതി. സംഗതി വേനൽ ചൂടൊക്കെയാണെങ്കിലും തലസ്ഥാനത്തിന് ഇത് ആഘോഷത്തിൻ്റെ, ഭക്തിയുടെ, ഉത്സവത്തിൻ്റെ പൊങ്കാലക്കാലമാണ്. ആറ്റുകാല അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ ലക്ഷങ്ങളാണ് തലസ്ഥാന നഗരിയിലേക്ക് എത്തുന്നത്. സംസ്ഥാനത്ത് ചൂട് ഇനിയും ഉയരുമെന്നും അതുകൊണ്ട് തന്നെ രാവിലെ 12 മുതൽ 3 മണി വരെയുള്ള സമയത്ത് ജോലി ചെയ്യരുതെന്നും ഒക്കെയാണ് ഈ പറയുന്ന പോലെ തന്നെ ആരോഗ്യവകുപ്പും അതുപോലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ. പക്ഷേ ഈ ചൂട് ഉയരുന്ന സാഹചര്യത്തിലും തൊഴിലെടുക്കാൻ നിർബന്ധിതരാകുന്ന ചിലരുണ്ട്. അത് നമ്മോടൊപ്പമുള്ള അതിഥി തൊഴിലാളികൾ അടക്കമുള്ള ആളുകളാണ്. ഉത്സവത്തിന് നിറം പകരാൻ അന്യ സംസ്ഥാനത്ത് നിന്ന് അടക്കമുള്ള കച്ചവടക്കാരാണ് ആറ്റുകാൽ തമ്പടിച്ചിരിക്കുന്നത്. പ്രതിസന്ധികളോട് പൊരുതുന്നതിനൊപ്പം ഈ വേനൽ ചൂടിനോടും പൊരുതുകയാണിവർ. സാധാരണഗതിയിൽ രാവിലെയും ഉച്ചയ്ക്കൊക്കെ ഉള്ള തിരക്ക് ഇപ്പോൾ കാണുന്നില്ല. അതിന്റെ കാരണം ചൂടാണ് എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. ചൂട് കാലത്തെ കച്ചവടം അത്ര എളുപ്പമല്ല. രാവിലെ തുടങ്ങുന്ന കച്ചവടം രാത്രി വൈകിയും തുടരും. ഇടയ്ക്കൊന്ന് വിശ്രമിക്കും. ഭയങ്കര ചൂട്, വെള്ളം കുടിക്കുന്നതിന് കണക്കുമില്ല. ചൂട് കൊണ്ട് ഞാൻ ഇറങ്ങിയില്ല ഇന്ന്. പൊങ്കാല ഇടുന്നവർക്കും ഒപ്പം കച്ചവടം ചെയ്യുന്നവർക്കും ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഞായറാഴ്ചയാണ് പൊങ്കാല. ഭക്തലക്ഷങ്ങൾ അനന്തപുരിയിലെത്തുമ്പോൾ കച്ചവടം കനക്കുമെന്ന പ്രതീക്ഷയിലാണിവർ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.